महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुण्ड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। आकाशस्याधिपो विष्णुः अग्निश्चैव महेश्वरी वायो सूर्यक्षितेरिषः जीवनस्य गणाधिपः। മഞ്ഞിന്റെ കുളിരും മന്ത്രോപാസനകളുടെ വിശുദ്ധിയുമായി വീണ്ടും ഒരു മണ്ഡലകാലം. പച്ചപ്പരിഷ്കാരത്തിന്റെ ഉടുത്തൊരുങ്ങലുകൾ അഴിച്ചുവച്ച് ശരണമന്ത്രങ്ങൾ കോർത്ത മാല ധരിച്ച് വ്രതാനുഷ്ഠാനത്തിന്റെ ചിട്ടവട്ടങ്ങളിൽ പുണ്യപാപ ചുമടുകളുമേന്തി കാടും മേടും കടന്നുള്ള തീർത്ഥാടനത്തിന് മനസ്സും ശരീരവും പരിപാകമാക്കുന്ന കാലം. അതെ, വൃശ്ചികമായാൽ മാലയിടണം. 41 ദിവസം വ്രതം നോറ്റ് ശബരിമലയ്ക്ക് പോകണം. അയ്യപ്പ ദർശനം നടത്തണം. കാലം പറഞ്ഞു പഠിപ്പിച്ച ഈ നിഷ്ഠയ്ക്ക് ഇന്നും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതിന്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അതിർത്തി കടന്ന് അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനതീർത്ഥാടന കേന്ദ്രമാണ്. ഇത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സംഗമഭൂമിയാണ്. തത്വമസി എന്ന സാമവേദവാക്യത്തിലൂടെ ഭക്തനെയും ഭഗവാനെയും ഒന്നായി കാണുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു സന്നിധി. ഇവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണവിവേചനങ്ങളോ ഉച്ചനീചത്വങ്ങളോ ഇല്ല. ഉള്ളത് അയ്യപ്പൻ മാത്രം. ഓംകാരരൂപ
ജാതിമത ഭേദമില്ലാതെ ദർശനത്തിന് വരുന്ന എല്ലാ പേരെയും അയ്യപ്പന്മാരായി കാണുന്ന ഈ കലിയുഗ ദൈവത്തിനെ ആരാധിക്കുന്നവർ ഹൈന്ദവരോ ഭാരതീയരോ മാത്രമല്ല. ലോകത്തിൻ്റെ പല കോണിൽ, പല ദേശത്തിൽ, പല ഭാഷയിൽ അയ്യപ്പൻ ഇന്ന് ആരാധ്യ പുരുഷനാണ്. അയ്യനെ കാണാൻ വരുന്ന സ്വാമിമാർ ഗുരുസ്വാമിയിൽ നിന്ന് മാലയണിഞ്ഞ് ഉപദേശം സ്വീകരിച്ച് ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ഭക്ഷണത്തിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. സത്യം, ധർമ്മം, അഹിംസ തുടങ്ങിയവ ശീലമാക്കണം. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ അച്ചടക്കത്തോടും സഹനശക്തിയോടും കൂടിയുള്ളവരായിരിക്കണം. തന്റെ ശരീരം പാകപ്പെടുത്തി ഒരു മണ്ഡലകാലം വ്രതമിരുന്ന് മനസ്സിൽ അയ്യപ്പനെ ധ്യാനിച്ച് കഴിയേണ്ടതാണ്. നമോ നമഃ ശക്തിരൂപായ നമോ നമഃ കർമ്മസാധ്യായ നമോ നമഃ ധർമ്മശാസ്ത്രായ നമോ നമഃ ഭൂതനാഥായ നമോ നമഃ ദേവദേവായ നമോ നമഃ മഞ്ജുകേശായ നമോ നമഃ മന്ത്രപൂർണായ നമോ നമഃ. അയ്യപ്പ ശരണം ശരണമെന്തയ്യപ്പ ശബരീനാഥനേ അഭയം നീ. അയ്യപ്പ ശരണം ശരണമെന്തയ്യപ്പ ശബരീനാഥനേ അഭയം നീ. കണ്ണിൽ മിന്നും കാടും മേടും സ്വാമി പാദം ആമയങ്ങൾ ഹരനായി ഹരിയായി പുലരുന്ന രൂപം ആലില മുദ്രയിൽ തെളിയേണം. അയ്യപ്പ ശരണം ശരണമെന്തയ്യപ്പ ശബരീനാഥനേ ശബരിമല ക്ഷേത്രത്തിന്റെ പഴമയെക്കുറിച്ചും അയ്യപ്പസ്വാമിയുടെ പിറവിയെക്കുറിച്ചുമുള്ള ഐതിഹ്യങ്ങളേറെ. പാലാഴി മദനവേളയിൽ മഹാവിഷ്ണു പൂണ്ട മോഹിനി രൂപത്തിൽ പരമശിവൻ അനുരക്തനാവുകയും ആ വിഷ്ണുമായയിൽ ശൈവബന്ധത്തിന്റെ സന്തതിയായി ഭൂതനാഥൻ അഥവാ ധർമ്മശാസ്താവ് പിറന്നു എന്നും അദ്രിമഹർഷിയുടെ പുത്രനായ ദത്തന്റെ ശാപത്താൽ മഹിഷീരൂപം പൂണ്ട ലീല കൊടും തപം ചെയ്ത് ഹരിഹരപുത്രനാലല്ലാതെ താൻ കൊല്ലപ്പെടരുതെന്ന് ബ്രഹ്മാവിനോട് വരം വാങ്ങുകയും തുടർന്ന് സ്വർഗലോകം ആക്രമിക്കുകയും ചെയ്യവേ ദേവകളുടെ അപേക്ഷ പ്രകാരം പരമശിവൻ തൻ്റെ പുത്രനായ ധർമ്മശാസ്താവിനോട് മഹിഷി നിഗ്രഹാർത്ഥം അയ്യപ്പാവതാരമെടുക്കാൻ അഭ്യർത്ഥിക്കുകയും ധർമ്മശാസ്താവ് ഒരു കൈക്കുഞ്ഞായി പമ്പാ നദീതീരത്ത് കിടക്കുകയും ചെയ്തുവത്രേ. സന്താന ഭാഗ്യമില്ലാതെ ആകുല ചിത്തനായിരുന്ന പന്തള രാജാവ് രാജശേഖര പെരുമാൾ നായാട്ടിനായി പമ്പാ നദീതീരത്തെത്തുകയും പമ്പാ തടത്തിൽ കിടന്നിരുന്ന അത്യപൂർവ സുന്ദരനായ കുഞ്ഞിനെ കണ്ട് ആശ്ചര്യപ്പെടുകയും തത്സമയം അവിടെ പ്രത്യക്ഷനായ താപസിയുടെ ഉപദേശപ്രകാരം രാജാവ് കുഞ്ഞിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി വളർത്തുകയും ചെയ്തു. അസ്ത്രശസ്ത്രാദി കലകളിൽ അതിനിപുണനായി തീർന്ന കുട്ടിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട രാജ്ഞിയും മന്ത്രിയും നടത്തിയ കുടിലതന്ത്രങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. ഇല്ലാത്ത രോഗത്തിന് വളർത്തമ്മയുടെ ആവശ്യപ്രകാരം പുലിപ്പാൽ കൊണ്ടുവരുവാൻ പുറപ്പെട്ട അയ്യപ്പൻ പുലികളെ കൂട്ടത്തോടെ കൊട്ടാരത്തിലെത്തിക്കുകയും ചെയ്തുവത്രേ. തുടർന്ന് അയ്യപ്പൻ എരുമേലിയിലെത്തി ഘോരയുദ്ധാനന്തരം മഹിഷിയെ വധിച്ച് മോക്ഷമേകുകയും ചെയ്തുവത്രേ.
താൻ അയക്കുന്ന അസ്ത്രം പതിക്കുന്ന ശബരിമലയിൽ കുടിയിരിക്കുമെന്നും അവിടെ തനിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് രാജാവിനോട് ആവശ്യപ്പെടുകയും തുടർന്ന് ശരണാർത്ഥികളുടെ കൺകണ്ട ദൈവമായി അയ്യപ്പസ്വാമി ശബരിമലയിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. ശബരിമല ശ്രീ അയ്യപ്പ ഭഗവാനെ ദർശിക്കേണ്ട തീർത്ഥാടനം തുടങ്ങുന്നത് ഒരു മണ്ഡലകാലം വ്രതമനുഷ്ഠിച്ചായിരിക്കണം എന്നാണ് ഐതിഹ്യം. വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള 41 ദിനങ്ങളാണ് ഒരു മണ്ഡലകാലം. ഈ വ്രതകാലത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് വൃശ്ചികം 1 തന്നെ അയ്യപ്പ ഭക്തർ മാലയിടുന്നു. കർമ്മം കൊണ്ട് ശരീരവും ചിന്ത കൊണ്ട് മനസ്സും ശുദ്ധമാക്കി ആചാരം കൊണ്ട് ബ്രഹ്മത്തെ അറിയാനുള്ള ത്രികരണ ശുദ്ധിയാർന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കുള്ള തുടക്കമാണിത്. വൃത്തിശുദ്ധിയോടെ നിത്യജീവിതത്തിലെ സുഖങ്ങളെല്ലാം ത്യജിച്ച് പ്രകൃതിക്കനുസരിച്ചുള്ള ദിനചര്യകളാക്കി ഓരോ ശബരിമല തീർത്ഥാടകനും വ്രതകാലത്തെ സ്വീകരിക്കുന്നു. ഭഗവാന്റെ വ്രതമാല ഇട്ടുകഴിഞ്ഞാൽ എല്ലാ ഭക്തരും അയ്യപ്പന്മാരായി മാറുന്നു. സന്മാർഗചിന്തയും ധർമ്മബോധവും ഈശ്വര സേവയും നിറയുന്ന അവർ സർവചരാചരങ്ങളെയും അയ്യപ്പസ്വാമിയായി കാണുന്നു. മല കയറാൻ മാലയിട്ടാൽ മനസ്സിനുള്ളിൽ ആഘോഷം. അയ്യപ്പ സ്വാമി നാമം ജപിച്ചാൽ നാവിനെന്നും ഉല്ലാസം. കാനനത്തിൽ കൂട്ടമായി ശരണമേറ്റു പാടുമ്പോൾ കാലിനല്ല നൊമ്പരം, കരളിലല്ലോ ഉന്മേഷം, കരളിലല്ലോ ഉന്മേഷം. മല കയറാൻ മാലയിട്ടാൽ മനസ്സിനുള്ളിൽ ആഘോഷം. അയ്യപ്പ സ്വാമി നാമം ജപിച്ചാൽ നാവിനെന്നും ഉല്ലാസം. കാനനത്തിൽ കൂട്ടമായി ശരണമേറ്റു പാടുമ്പോൾ കാലിനല്ല നൊമ്പരം, കരളിലല്ലോ ഉന്മേഷം, കരളിലല്ലോ ഉന്മേഷം. ശബരിഗിരിധനാധിപനേ അഭയവരദയ്യപ്പ, ശബരിഗിരിധനാധിപനേ അഭയവരദയ്യപ്പ. സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു? മലയ്ക്ക് പോണു. ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു? ഇപ്പൊ പോണു. ശബരിമലയ്ക്ക് പോകാനായി ഇരുമൂടിക്കെട്ടേന്തി കുടിൽ താണ്ടി പടി താണ്ടി പോണു, ഞാനും പോണു. ശബരിമലയ്ക്ക് പോകാനായി ഇരുമൂടിക്കെട്ടേന്തി കുടിൽ താണ്ടി പടി താണ്ടി പോണു, ഞാനും പോണു. കള്ളമില്ല മനസ്സോടെ അയ്യനായി നെയ്യേണ്ടി വരം തേടി അരുൾ തേടി പോണു, ഞാനും പോണു. ഗുരുസ്വാമി ഇട്ടു തന്ന മടികണ്ടമാല കഴുത്തിലാടി പശിതാകം തീർക്കാൻ നല്ല തുണയുണ്ട ചേരാൻ മല വഴിപാത കാണക വാസന്റെ മുഖം കാണാൻ പോണു. സ്വാമിയെ ശരണം എന്നു ഘോഷം ഇട്ടു പാടി സ്വാമിയേ അയ്യപ്പ 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 ശരണം പൊന്നയ്യപ്പ സ്വാമിയേ അയ്യപ്പ 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 സ്വാമിയേ അയ്യപ്പ ശരണം പൊന്നയ്യപ്പ. കോട്ടയിൽ വന്നു പേട്ടതുള്ളി പാട്ടും പാടി വാവരുടെ തുണയും തേടും അയ്യപ്പ. പേരൂർ തോടു നീർവഴി കണ്ടു പൂങ്കാവനത്തിൻ ഭംഗിയും കണ്ടു കോട്ടപ്പാടി താണ്ടിടുമേ
അയ്യപ്പ. മഹിഷി ഉടലിൽ കേറി നിന്ന ഭൂതനാഥ ആട്ടമാടിയ കാളകെട്ടി ചേർന്നിടുമേ അയ്യപ്പ. അഴുതാ നദിയിൽ മുങ്ങി നിന്ന് കല്ലെടുത്ത് പ്രാർത്ഥന ചെയ്ത് പള്ളിക്കെട്ടും ഏന്തി പോകും ഞാനപ്പ. കല്ലിടും കുന്നിൽ കല്ലെറിയും, ഇഞ്ചിപ്പാറ കണ്ടറിയും, കൂടുമ്പാറ കോട്ടയിലെത്തും, കൂട്ടായി ശരണം വിളിച്ചു പോകും. കരിമല കേറ്റം കണ്ടു ഞാനും കഠിനം അല്ല എന്ന് ചൊല്ലി കാണാൻ പോകും, നെയ്യും ചേർക്കാൻ പോകും. ഏ സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു, മലയ്ക്ക് പോണു. ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു, ഇപ്പൊ പോണു. മുള്ള് പാതയിലും കുണ്ടുകുഴി കേട്ടത്തിലും കേറ്റി എന്നെ കാത്തിടുവാനയ്യപ്പ. കൂരിരുട്ട് വേളയിലും കണ്ണീരിട്ടും നേരത്തിലും കൈകൊടുത്ത് സ്വീകരിക്കും അയ്യപ്പ. 6 തെറ്റു 100 പിഴ ഏതു ഞാൻ ചെയ്തെന്നാലും 7 എന്നെ കാത്തരുളൂ അയ്യപ്പ. ജടുത്ത വ്രതം തെറ്റില്ലാതെ പരീക്ഷണങ്ങൾ തന്നിടാതെ നോക്കി എന്നെ രക്ഷിക്കൂ അയ്യപ്പ. ഹരിഹരസൂതന്റെ ദർശനം നേടിടും, ജന്മസാഫല്യം അപ്പോൾ കിട്ടും. ശബരിനാഥൻ തിരുവടി തോഴും ഞാൻ, സദ്ഗുരുനാഥൻ തന്റെ തിരുവരുൾ നേടും ഞാൻ. പൊന്നമ്പലവാസനുണ്ട് കൂടെ അവന്റെ സ്നേഹമുണ്ട്, കണ്ടിടും ഞാൻ മല കേറിപ്പോയി. ഏ സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു, മലയ്ക്ക് പോണു. ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു, ഇപ്പൊ പോണു. രാമന്റെ കൂടെ ലക്ഷ്മണനും അച്ഛനായി തർപ്പണവും ചെയ്ത ഇടം പമ്പാനദി താനപ്പ. പമ്പാനദിയിൽ മുങ്ങി നിവർന്നു പന്തിയിട്ടു ദീപം ഇട്ടു പാപവീണ തീർത്തിടുമേ ഞാനപ്പ. പമ്പാനദി ഗണപതി സന്നിധിയിൽ തേങ്ങയുടച്ചു ഐശ്വര്യങ്ങൾ വാങ്ങിപ്പോകും അയ്യപ്പ. നീലിമല കേറ്റം കണ്ടു, നീണ്ട വഴി പാത കണ്ടു, അപ്പാച്ചിമേട് കടക്കും ഞാനപ്പ. ഭക്ത ശബരി പീഠം കാണും, ശരംകുത്തിയാലിൽ ശരവുമിടും ഞാൻ. 18 പടികൾ കയറി ചെല്ലും ഞാൻ, ഭഗവാന്റെ അരുളാൽ ജീവിക്കും ഞാൻ. മുദ്രത്തേങ്ങ നെയ്യെടുത്തു നെയ്യഭിഷേകം ചെയ്തു ഞാനും ചോദിക്കും ഞാൻ, അരുൾ യാചിക്കും ഞാൻ. ഏ സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു, മലയ്ക്ക് പോണു. ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു, ഇപ്പൊ പോണു. ശബരിമലയ്ക്ക് പോകാനായി ഇരുമൂടി കെട്ടേന്തി കുടിൽ താണ്ടി പടി താണ്ടി പോണു ഞാനും പോണു. കള്ളമില്ല മനസ്സോടെ അയ്യനായി നെയ്യേണ്ടി വരം തേടി അരുൾ തേടി പോണു ഞാനും പോണു. ഗുരുസ്വാമി ഇട്ടു തന്ന മണികണ്ഠമാല കഴുത്തിലാടി, പശിതാകം തീർക്കാൻ നല്ല തുണയുണ്ട് ചേരാൻ മല വഴിപാത. കാണക വാസന്റെ മുഖം കാണാൻ പോണു, സ്വാമിയെ ശരണം എന്നു ഘോഷം ഇട്ടു പാടി. അയ്യപ്പൻ പുലിപ്പാലിനു വേണ്ടി കാട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ വളർത്തച്ഛൻ രാജശേഖരൻ രാജാവ് ശിവഭഗവാൻ തന്റെ പുത്രന് തുണയാകും വിധത്തിൽ കയ്യിൽ മുക്കണ്ണൻ തേങ്ങയും
അതോടൊപ്പം ചില ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്തയച്ചു. അത് അയ്യപ്പൻ ഇരുമുടിയായി കെട്ടിക്കൊണ്ടുപോയി. അതിന്റെ ഓർമ്മയ്ക്കായാണ് നാം ഇരുമുടി ചുമക്കുന്നത്. ഇരുമുടി എന്നത് പരുത്തി തുണി കൊണ്ട് നിർമ്മിച്ച 2 ഭാഗങ്ങളുള്ള ഒരു സഞ്ചിയാണ്. ഭക്തൻ ഭക്തിയോടെ ചുമന്നുകൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ടിന്റെ മുൻഭാഗത്ത് മഞ്ഞൾ, കുങ്കുമം, കർപ്പൂരം, അവിൽ, മാളികപ്പുറത്തമ്മയ്ക്ക് വിളക്ക് വെക്കുവാനുള്ള തിരികൾ, എണ്ണ, കൂടാതെ പ്രധാന കാണിക്കയായ നെയ്ത്തേങ്ങയുമാണ്. അതായത് അയ്യപ്പന് കൂടുതൽ പ്രിയങ്കരമായ നൈവേദ്യ വസ്തുവായ മുക്കൺ തേങ്ങയുടെ ഒരു കണ്ണിൽ ദ്വാരമുണ്ടാക്കി അതിനുള്ളിലെ നീരൊഴിവാക്കി പിന്നീട് തേങ്ങയ്ക്കുള്ളിൽ നെയ് നിറച്ച് കൊണ്ടു ചെല്ലുന്നതാണ് നെയ്ത്തേങ്ങ. അയ്യപ്പൻ ശിവവിഷ്ണു സംഗമത്താൽ പിറന്നവനാണ്. ഈ തത്വമാണ് നെയ്ത്തേങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്. 3 കണ്ണുകളുള്ള തേങ്ങ സാക്ഷാൽ ശിവാംശത്തെ സൂചിപ്പിക്കുന്നു. മഹാലക്ഷ്മി വിഷ്ണുവിന്റെ ഹൃദയത്തിൽ വസിക്കുന്നവളാണ്. തന്റെ ഹൃദയത്തിൽ പശുവിന്റെ അംശമായ മഹാലക്ഷ്മിയെ കുടിയിരുത്തിയിരിക്കുന്ന വിഷ്ണു അയ്യപ്പന്റെ മാതാവായ മോഹിനി അവതാരം എടുത്തത് പശുവിൻ നെയ്യ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തേങ്ങയും അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന നെയ്യും ശിവനെയും വിഷ്ണുവിനെയും സൂചിപ്പിക്കുന്നു. തന്റെ മാതാപിതാക്കളെ സൂചിപ്പിക്കുന്ന ഈ നൈവേദ്യം സ്വാമിക്ക് സമർപ്പിക്കുന്നതിലൂടെ ഭഗവാന് കൂടുതൽ സന്തോഷമുണ്ടാകുന്നു. ഭക്തനെ കാത്തിരുളുകയും ചെയ്യുന്നു. ഇരുമുടിക്കെട്ടിന്റെ പിൻഭാഗത്തെ സഞ്ചിയിൽ മഞ്ഞൾപ്പൊടി, അരി, പരിപ്പ്, ശർക്കര തുടങ്ങിയ വസ്തുക്കളുമുണ്ടാകും. കാട്ടുപാതയിലൂടെ നടന്നു ചെല്ലുന്ന ഭക്തന്മാർ ഈ വസ്തുക്കളെല്ലാം തന്നെ വഴിയിൽ വെച്ച് പാചകം ചെയ്ത് ഭക്ഷിച്ച് ക്ഷീണമകറ്റി പോകുന്നതിനു വേണ്ടിയാണ് ഇരുമുടിയിൽ അരിയും പരിപ്പും തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അയ്യപ്പനെ ദർശിക്കുവാൻ ചെല്ലുന്ന ഭക്തന്മാർ തങ്ങളുടെ തലയിൽ ചുമന്നു കൊണ്ടുപോകുന്ന വസ്തുക്കൾ യാത്രയിൽ അല്പാൽപമായി കുറയുന്നത് പോലെ അവരുടെ അഹങ്കാരവും കുറഞ്ഞു വരുന്നു. അവന്റെ അഹംഭാവം, അഹങ്കാരം, വിദ്വേഷം, വിവേചനം, അസൂയ പോലെയുള്ള ദുർഗുണങ്ങളും അവനെ വിട്ടകലേണ്ടതാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. മണ്ഡലം നോയമ്പു നോറ്റു അക്ഷരലക്ഷം മന്ത്രങ്ങൾ പുണ്യപാപച്ചുമടുകളാമിരുമൂടി കെട്ടുമേന്തി
പുണ്യമല ശബരിമല പൂത്തുലയും മകരമല മല കാണാൻ ഞങ്ങൾ വരുന്നേ സ്വാമി നിന്നാമം പാടി വരുന്നേ. പുണ്യമല ശബരിമല പൂത്തുലയും മകരമല മല കാണാൻ ഞങ്ങൾ വരുന്നേ സ്വാമി നിന്നാമം പാടി വരുന്നേ. ഇരുമുടിയും തിരുതുടിയും തിരുവടിയിൽ വെക്കുവാൻ അയ്യപ്പ ഞങ്ങൾ വരുന്നേ. ഇരുമുടിയും തിരുതുടിയും തിരുവടിയിൽ വെക്കുവാൻ അയ്യപ്പ ഞങ്ങൾ വരുന്നേ. മണികണ്ഠ സ്വാമിയെ മകരത്തിൻ ജ്യോതിയെ കനിവോടെ കാക്കണമേ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. പുണ്യമല ശബരിമല പൂത്തുലയും മകരമല മല കാണാൻ ഞങ്ങൾ വരുന്നേ സ്വാമി നിന്നാമം പാടി വരുന്നേ. പമ്പയിലെ കുളി കഴിഞ്ഞ് ഗണപതിയെ കൈതൊഴുത് പട്ടമാലകൾ നേദിക്കുന്നേ ഞങ്ങൾ കർപ്പൂരം കത്തിക്കുന്നേ. വന്മലയുടെ പൊന്നര ഞാൻ വഴിയിലൂടെ ഞങ്ങളിതാ നന്ദുണിയും മീട്ടി വരുന്നേ. അയ്യാ പാദബലം നൽകേണമേ. നിന്നാമങ്ങളെ മനസ്സിൽ മന്ത്രിച്ചു ഭഗവാനെ ഞങ്ങൾ വരുമ്പോൾ അയ്യാ നിൻ രൂപം കാണേണമേ. ശാസ്താവേ ധർമ്മശാസ്താവേ അയ്യപ്പൻ പാട്ടിന്റെ താരാട്ടുമായി വിരിവെച്ചു ഞങ്ങൾ ഉറങ്ങാം. സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ. പുണ്യമല ശബരിമല പൂത്തുലയും മകരമല മല കാണാൻ ഞങ്ങൾ വരുന്നേ സ്വാമി നിന്നാമം പാടി വരുന്നേ. മഹാശാസ്ത്ര വിശ്വശാസ്ത്ര ലോകശാസ്ത്ര തദേവച ധർമ്മശാസ്ത്ര വേദശാസ്ത്ര കാമശാസ്ത്ര ഗജാധിപഃ ഭൂതനാഥ സദാനന്ദ സർവഭൂതജയവര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. കറുപുടുക്കണ കരിമലയ്ക്കൊരു കാവൽ നിൽക്കും താരകമേ ഞങ്ങൾക്കും വഴി കാട്ടേണേ സ്വാമി കൈവല്യം നീ തരണേ. കണ്ണില്ലാതുള്ളോർക്കും കാലില്ലാതുള്ളോർക്കും ശരണം നീയാണയ്യാ ആനന്ദം നീയാണയ്യാ. 18 പടിമേലെ പാദങ്ങൾ വയ്ക്കുമ്പോൾ ശ്രീകോവിൽ നട കാണുന്നേ സ്വാമി അഭിഷേകം കണി കാണുന്നേ. ശാസ്താവേ ധർമ്മശാസ്താവേ അവിടുത്തെ തിരുഭസ്മക്കുറിയാകുവാൻ എന്നെന്നും വരം തരണേ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. പുണ്യമല ശബരിമല പൂത്തുലയും മകരമല മല കാണാൻ ഞങ്ങൾ വരുന്നേ സ്വാമി നിന്നാമം പാടി വരുന്നേ. ഇരുമുടിയും തിരുതുടിയും തിരുവടിയിൽ വെക്കുവാൻ അയ്യപ്പ ഞങ്ങൾ വരുന്നേ. ഇരുമുടിയും തിരുതുടിയും തിരുവടിയിൽ വെക്കുവാൻ അയ്യപ്പ ഞങ്ങൾ വരുന്നേ. മണികണ്ഠ സ്വാമിയെ മകരത്തിൻ ജ്യോതിയെ കനിവോടെ കാക്കണമേ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പോ.
സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നീടണേ. ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ, ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസാകും പുലിമേലെ വാഴണേ, ജന്മശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. ശബരിമലയ്ക്ക് തീർത്ഥാടനത്തിന് മാലയിട്ട് കഴിഞ്ഞാൽ ശബരിമല യാത്ര ഇരുമുടിക്കെട്ടുമേന്തി ആരംഭിച്ച് യാത്ര തിരിക്കുമ്പോൾ പോകുന്ന വഴിയിലുള്ള മഹത്തായ പ്രധാനമായ പ്രസിദ്ധങ്ങളായ എല്ലാ ക്ഷേത്രങ്ങളിലും സന്ദർശിച്ച് വഴിപാടുകളും നടത്തി ദർശനം നടത്തിയിട്ടാണ് എല്ലാ ഭക്തജനങ്ങളും ശബരിമലയ്ക്ക് എത്തുന്നത്. കേരളം പരശുരാമൻ സൃഷ്ടിച്ചതിന് ശേഷം ഈ പ്രദേശം ബ്രാഹ്മണർക്കായിട്ട് ദാനം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പാപപരിഹാരാർത്ഥം. എന്നിട്ട് ബ്രാഹ്മണർക്ക് ആരാധിക്കാൻ വേണ്ടി 108 ദുർഗാലയം, 108 ശിവാലയം, 5 ശാസ്താക്ഷേത്രം എന്നിവ അദ്ദേഹം തന്നെ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ശബരിമല. ശരണജപം കേട്ടുണരേണം ശബരിമല പെരുമാളേ, ശരണജപം കേട്ടുണരേണം ശബരിമല പെരുമാളേ. പരമപദം തൊഴുതുണരാൻ തിരുവടിയുടെ തുണ വേണം, ശരണജപം കേട്ടുണരേണം ശബരിമല പെരുമാളേ. മലനിരതൻ മേടയിലെ 18 പടിമേലെ ഉടയുമൊരെന്നഹമെല്ലാം അയ്യപ്പ നിൻ കനിവാൽ. മലനിരതൻ മേടയിലെ 18 പടിമേലെ ഉടയുമൊരെന്നഹമെല്ലാം അയ്യപ്പ നിൻ കനിവാൽ. ശരണജപം കേട്ടുണരേണം ശബരിമല പെരുമാളേ. കോട്ടയം ജില്ലയിലെ ഐതിഹ്യപ്രസിദ്ധമായ എരുമേലിയിലാണ് ശബരിഗിരിവാസനെ ദർശിക്കുന്ന ഭക്തജനസഞ്ചയങ്ങൾ ആദ്യമായി എത്തുക. ശബരിമല വാഴുന്ന അയ്യപ്പസ്വാമിയുടെ വീരേതിഹാസങ്ങളെ നെഞ്ചേറ്റിലാളിക്കുന്ന ഈ മലയോര ഭൂമി പല ഭാഗത്തു നിന്നു വരുന്ന അയ്യപ്പ ഭക്തരുടെ വിശ്രമത്തിനായുള്ള ഇടത്താവളമായി മാറുന്നു. സർവസംരക്ഷകനായ അയ്യപ്പസ്വാമി മഹിഷിയെ നിഗ്രഹിച്ചത് എരുമേലിയിലാണെന്നാണ് ഐതിഹ്യമൊഴികൾ. എരുമ അഥവാ മഹിഷത്തിൻ്റെ തലയുള്ള മഹിഷിയെ അയ്യപ്പസ്വാമി ഇവിടെ വധിച്ചതിനാൽ ഈ ഭൂമിക എരുമകൊല്ലിയായും പിന്നീട് എരുമേലിയായും മാറി. എരുമേലിയിലെ പ്രസിദ്ധമായ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ വില്ലും ശരവും കൈകളിലേന്തി പോരാളിയായി നിൽക്കുന്ന ശാസ്താവിൻ്റേതാണ് പ്രതിഷ്ഠ.
ഈ പൗരാണിക ക്ഷേത്രത്തിനടുത്തു തന്നെ അയ്യപ്പസ്വാമിയുടെ സന്തത സഹചാരിയായിരുന്ന വാവരുടെ മുസ്ലിം പള്ളിയും സ്ഥിതി ചെയ്യുന്നു. വാവരുടെ പിൻതലമുറ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തരെ സ്വീകരിച്ച് വിഭൂതി നൽകി അനുഗ്രഹിക്കുന്നു. വാവരുടെ പള്ളിക്കു സമീപം തന്നെ പേട്ടയിൽ ശാസ്താവിൻ്റെ കൊച്ചമ്പലവും സ്ഥിതി ചെയ്യുന്നു. മഹിഷി നിഗ്രഹാർത്ഥം എരുമേലിയിലെത്തിയ മഹായോഗിയായ അയ്യപ്പസ്വാമി രാപാർത്തു എന്ന് കേട്ടുകേൾവികൾ ഉദ്ഘോഷിക്കുന്ന ഒരു പ്രാചീന ഭവനവും ഇവിടെയുണ്ട്. ഐതിഹ്യ കഥാസരണിയിൽ മഹിഷിയുമായി ഏറ്റുമുട്ടിയതോ അതോ അയ്യപ്പ ചരിതത്തിൽ വിവരിക്കുന്ന മറവപ്പടയുടെ നായകനായ ഉദയനനെ വധിച്ചതോ ആയുള്ള ഏതാനും ആയുധങ്ങളും ഈ വീട്ടിൽ സ്വാമി ഭക്തർക്ക് ദർശിക്കാം. എരുമേലിപ്പൂവനത്തിൽ പ്രിയമേറും വാവരത്ത് പരിചോടെ വാണിടുന്ന ശാസ്താവേ. എരുമേലിപ്പൂവനത്തിൽ പ്രിയമേറും വാവരത്ത് പരിചോടെ വാണിടുന്ന ശാസ്താവേ. ഒരു കൈയിൽ വില്ലെടുത്തു മറുകൈയിൽ അമ്പു ചേർത്തു പള്ളി വേട്ടയ്ക്കായൊരുങ്ങും അഞ്ചിനപ്പനെ. തളരാതെ ധർമ്മവും കാത്തിടുന്ന ദേവനെ കൂടിപ്പാടിയാടി തെളിമയോടെ പേട്ടതുള്ളാം. എരുമേലിപ്പൂവനത്തിൽ പ്രിയമേറും വാവരത്ത് പരിചോടെ വാണിടുന്ന ശാസ്താവേ. ഒരു കൈയിൽ വില്ലെടുത്തു മറുകൈയിൽ അമ്പു ചേർത്തു പള്ളി വേട്ടയ്ക്കായൊരുങ്ങും അഞ്ചിനപ്പനെ. തളരാതെ ധർമ്മവും കാത്തിടുന്ന ദേവനെ കൂടിപ്പാടിയാടി തെളിമയോടെ പേട്ടതുള്ളാം. എരുമേലിപ്പൂവനത്തിൽ പ്രിയമേറും വാവരത്ത് പരിചോടെ വാണിടുന്ന ശാസ്താവേ. കൊണ്ട് കുറിതൊട്ട് പലവർണ്ണ കൂട്ടുമിട്ട് നറുനെഞ്ചിൽ തിരുമൊഞ്ചായി പേട്ട തുള്ളിടാം. കരികൊണ്ട് കുറിതൊട്ട് പലവർണ്ണ കൂട്ടുമിട്ട് നറുനെഞ്ചിൽ തിരുമൊഞ്ചായി പേട്ട തുള്ളിടാം. തകിലൊടുമേളവും കുറുകുഴൽനാദവും തകിലൊടുമേളവും കുറുകുഴൽനാദവും മേളിക്കും താളത്തിൽ ഒത്തുതുള്ളിടാം. പേട്ട ശാസ്ത്ര സന്നിധിയിൽ ഭക്തിയോടെ വാവരേകും മാനസയും സ്വീകരിച്ച് ഒരുമയോടെ എരുമേലിപ്പൂവനത്തിൽ പ്രിയമേറും വാവരത്ത് പരിചോടെ വാണിടുന്ന ശാസ്താവേ. എരുമേലിപ്പൂവനത്തിൽ പ്രിയമേറും വാവരത്ത് പരിചോടെ വാണിടുന്ന ശാസ്താവേ. ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം വിശാലമായ മനസ്സുകളുടെ സംഗമം കൂടിയാണ് എരുമേലി. മാനവമൈത്രിയുടെ ആ മഹിത സന്ദേശം വിളംബരം ചെയ്യുന്ന ആചാരാഘോഷമാണ് ആണ്ടുതോറും നടക്കുന്ന പ്രസിദ്ധമായ ചന്ദനക്കുടവും പേട്ടതുള്ളലും. എരുമേലിയിലെ ക്ഷേത്ര സഞ്ചയത്തിൽ ധനുമാസത്തിലെ പേട്ടതുള്ളൽ ദിനത്തിനാണ് പ്രാധാന്യമെങ്കിലും ഇന്ന് മണ്ഡല മകരവിളക്കു കാലത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ ഇവിടെ പേട്ടതുള്ളുന്നു. പേട്ടതുള്ളി പാടി വരാം അയ്യപ്പ, കാട്ടിൽ കൂട്ടുവരാൻ നീ വരില്ലേ അയ്യപ്പ. 100 പാട്ടുകൊട്ടാം പമ്പയെ പോലയ്യപ്പ, ശബരിപീഠമിതാ തേടി വന്നേ അയ്യപ്പ. നെയ്യഭിഷേകം പാലഭിഷേകം തേനഭിഷേകം സ്വാമിക്ക്, സങ്കട കണ്ണീരഭിഷേകം എന്റെ അയ്യപ്പ സ്വാമിക്ക്. പേട്ടതുള്ളി പാടി വരാം അയ്യപ്പ, കാട്ടിൽ കൂട്ടുവരാൻ നീ വരില്ലേ അയ്യപ്പ. എരുമേലിയിലെ അനുഷ്ഠാന കർമ്മങ്ങൾക്കു ശേഷം ക്ഷേത്ര സവിധത്തെ തഴുകി ഒഴുകുന്ന പേരൂർ തോട്ടിൽ ദേഹശുദ്ധി വരുത്തി അയ്യപ്പ സന്നിധിയിലേക്കുള്ള സ്വാമി ഭക്തരുടെ വേദവേദാന്ത പ്രയാണം തുടരുകയായി.
എരുമേലിക്ക് സമീപമുള്ള കാളകെട്ടി ശിവപാർവതി ക്ഷേത്രം. എരുമേലിയിൽ നിന്നുമെത്തുന്ന സ്വാമി ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തി ശിവപാർവതി സങ്കല്പത്തെ ആരാധിക്കുന്നു. മഹിഷീവധം കഴിഞ്ഞ് ഇവിടെ എത്തിയ അയ്യപ്പസ്വാമിയെ കണ്ട് ആശിസ്സു ചൊരിയാൻ പിതാവായ പരമശിവൻ പാർവതീ സമേതം എത്തവേ തൻ്റെ വാഹനമായ കാളയെ കെട്ടിയ സ്ഥലമാണ് കാളകെട്ടി. ഈ മരച്ചുവട്ടിലാണത്രേ ശ്രീ പരമേശ്വരൻ തൻ്റെ നന്ദികേശനെ വിശ്രമിക്കാനായി വിട്ടത്. കാളകെട്ടി ക്ഷേത്രത്തിലെ ശിവപാർവതി ദർശനത്തിനു ശേഷം അയ്യപ്പസ്വാമിയുടെ തൃപ്പാദ സ്പർശനമേറ്റ തലപ്പാറമലയും അഴുതാ നദിയും കല്ലിടാംകുന്നും കരിമലയുമടങ്ങിയ കാനന വീതിയിലൂടെയുള്ള കഠിനമായ യാത്ര തുടരുകയായി. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും മോക്ഷം കിട്ടിയാൽ പാപം തീരും സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ. കാളകെട്ടിയിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് അഴുതാ നദി. സഹ്യന്റെ കുളിർമയണിഞ്ഞൊഴുകി പമ്പയിൽ ലയിക്കുന്ന അഴുതയുടെ വൃശ്ചിക തണുപ്പിൽ മലവാഴുന്ന ഭഗവാന്റെ ഭക്തർ മനം കുളിർത്ത് കുളിച്ച് നദിയിൽ നിന്നും ഒരു കല്ലുമെടുത്ത് അടുത്ത ദേവഘട്ടത്തിലേക്ക് യാത്രയാവുന്നു. മഹിഷിയുടെ ജഡം വന്നു വീണ കല്ലിടാംകുന്നിലെത്തുന്ന തീർത്ഥാടകർ അഴുതാ നദിയിൽ നിന്നെടുത്ത കല്ലുകൾ നിക്ഷേപിക്കുന്നു. ഏറെ ആയാസപ്പെട്ട് കരിമല കയറിയിറങ്ങുന്ന സ്വാമി ഭക്തർ പിന്നീടെത്തുക ചെറിയാനവട്ടത്തേക്കാണ്. കല്ലും മുള്ളും താണ്ടിത്തളർന്ന കാൽപാദങ്ങൾ ഇവിടെ അല്പം ഇളവേൽക്കുകയായി. കാനന വിശുദ്ധിയുടെ ഹരിതകാന്തി നിറഞ്ഞ കാനനവട്ടം അയ്യപ്പ ഭക്തരിൽ അത്യപൂർവമായ ഒരനുഭൂതി തന്നെ സൃഷ്ടിക്കുന്നു. കാനനമടിയിലെ തങ്ങളുടെ ആരാധനാമൂർത്തിയുടെ നിത്യസാന്നിധ്യം ഇവിടെ അവർ മനം തൊട്ടറിയുന്നു. ചെറിയാനവട്ടത്തിലെ വിശ്രമത്തിനു ശേഷം നീങ്ങുന്ന ഭക്തസംഘം വലിയാനവട്ടം എന്ന വനസ്ഥലിയിലേക്കാണെത്തുക. വലിയാനവട്ടത്തെ വിശ്രമവും അനുഷ്ഠാനവും കഴിഞ്ഞ് തീർത്ഥാടകർ പവിത്രമായ പമ്പാ നദീതീരത്തേക്ക് നീങ്ങുകയായി. എരുമേലി പമ്പ കാനനപാത പോലെ തന്നെ പ്രാചീനമാണ് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ നിന്നും നിബിഡമായ വനഭൂമിയിലൂടെ നീളുന്ന മറ്റൊരു വഴിത്താര. മുണ്ടക്കയം, കുമളി, പെരിയാർ, വണ്ടിപ്പെരിയാർ, മദമ്പ എസ്റ്റേറ്റ് എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് പന്നിയാർ, ചുറ്റമ്പലമേട്, പൊന്നമ്പലമേട് എന്നീ മലകൾ താണ്ടി ശബരിമലയുടെ വടക്കുഭാഗത്ത് ഈ തീർത്ഥാടന പാത എത്തിച്ചേരുന്നു. വാഹന സൗകര്യമുള്ള ചാലക്കയം, നിലയ്ക്കൽ വഴി പമ്പയിലെത്തുന്ന ആധുനിക തീർത്ഥാടന പാത വഴിയാണ് ഏറ്റവും കൂടുതൽ സ്വാമി ഭക്തർ സന്നിധാനത്തിലേക്കെത്തുന്നത്. തീർത്ഥാടക വാഹനങ്ങളുടെ തിരക്കുമൂലം വലിയ വാഹനങ്ങളിലെത്തുന്ന ഭക്തസംഘങ്ങളെ പമ്പയിൽ ഇറക്കിയ ശേഷം പമ്പയിൽ നിന്നും 23 കിലോമീറ്റർ അകലെയുള്ള നിലയ്ക്കലിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. സ്വാമി ഭക്തരുടെ യാത്രാ സൗകര്യത്തിനായി സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു താൽക്കാലിക ബസ് സ്റ്റേഷൻ പമ്പയിൽ പ്രവർത്തിക്കുന്നു. മലമുടിയിലെ പുണ്യപ്രവാഹിനിയായ പമ്പ ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാന തീർത്ഥാടന സ്ഥലമാണ് പമ്പാതടം. ശരീരവും മനസ്സും വഹിച്ച ഇഹലോക പാപങ്ങളെ ഈ നദിയുടെ നിർമ്മലമായ കുളിരലകൾ തഴുകി കഴുകി അകറ്റുന്നു. കണ്ണാടി ചില്ലൂലും കണിപ്പമ്പ, കല്ലോല ചിലമ്പിട്ട കുളിർപ്പമ്പ,
പാഞ്ഞോടും പമ്പ പനിനീരിൻ പമ്പ ഞാൻ പാടുന്ന പാട്ടിൻ ശ്രുതി പമ്പ കണ്ണാടി ചില്ലോലും കണിപ്പമ്പ കല്ലോല ചിലമ്പിട്ട കുളിർപ്പമ്പ പാഞ്ഞോടും പമ്പ പനിനീരിൻ പമ്പ ഞാൻ പാടുന്ന പാട്ടിൻ ശ്രുതി പമ്പ വാവർക്കുമയ്യനും കുളിച്ചു തോർത്താൻ വാവുകൾ നോൽക്കുന്ന പുണ്യപമ്പ വാവർക്കുമയ്യനും കുളിച്ചു തോർത്താൻ വാവുകൾ നോൽക്കുന്ന പുണ്യപമ്പ അയ്യപ്പൻ പാട്ടുകൾ ശ്രുതിയിട്ടു പാടുവാൻ അഹം മറന്നോടുന്ന ജപപമ്പ എന്റെ മിഴികളിലൊഴുകും മണിപമ്പ പഞ്ചാദ്രീശ്വരി മംഗളം ശബരിമലയിൽ ഒരാണ്ടത്തെ പൂജ നിർവഹിക്കുന്നത് മേൽശാന്തിമാരാണ്. തുലാമാസം 1 നറുക്കിട്ടെടുക്കുന്ന മേൽശാന്തിയെ സന്നിധാനത്തിലെ സോപാനപടിയിൽ വെച്ച് അഭിഷേകം ചെയ്ത് സ്വീകരിക്കുന്നു. മുഖ്യതന്ത്രി മേൽശാന്തിക്ക് അയ്യപ്പന്റെ മൂലമന്ത്രം ചൊല്ലിക്കൊടുത്ത് അയ്യപ്പന്റെ പാദസേവയ്ക്കായി ഏൽപ്പിക്കുന്നു. പഞ്ചാസ്യധ്വജമംഗളം ത്രിജഗദാമാദ്യപ്രഭോ മംഗളം പഞ്ചാസ്ത്രോപമമംഗളം ശ്രുതി ശിരോലങ്കാരസന്മംഗളം ശബരിമലയിൽ തങ്കസൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ശബരിമലയിൽ തങ്കസൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ശബരിമലയിൽ തങ്കസൂര്യോദയം. പമ്പയുടെ പ്രാധാന്യം. പമ്പയിൽ വെച്ചാണ് ദശരഥൻ മരിച്ച വിവരം ശ്രീരാമചന്ദ്രൻ അറിയുന്നതായിട്ട് സങ്കല്പം, ഐതിഹ്യം അങ്ങനെയാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ പിതൃശ്രാദ്ധങ്ങളും ബലികർമ്മങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും പമ്പയിൽ ബലിയിടുന്നതിന് വളരെ പുണ്യമായിട്ട് ജനങ്ങൾ കരുതുന്നത്. പമ്പയിലെത്തി കുളിച്ച് ശുദ്ധമായി പമ്പാ ഗണപതിയെ പ്രാർത്ഥിച്ച് നീലിമല കയറുന്നു. അത് കഴിഞ്ഞ് അപ്പാച്ചിമേട്ടി കയറി ഉപ്പാച്ചി എന്ന ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകി ശബരിപീഠത്തിലെത്തി. ശബരിപീഠത്തെ വണങ്ങി ശരംകുത്തിയാലിലെത്തി. കന്നി അയ്യപ്പന്മാർ ശരം അവിടെ തറച്ചിട്ട് നേരെ ശബരിമലയ്ക്ക് കയറുന്നു. ഇതാണ് പ്രധാനപ്പെട്ട വഴിയിലൂടെയുള്ള സങ്കേതങ്ങൾ.
പമ്പാതീരത്തെ പ്രധാന അനുഷ്ഠാന ചടങ്ങാണ് പിതൃബലി. നദിയിൽ കുളിച്ച് ഈറനായി വന്ന് തീരത്തെ ബലിപ്പുരകളിൽ കർമ്മികളുടെ ആചാര നിർദ്ദേശപ്രകാരം ഭക്തർ ബലിതർപ്പണം ചെയ്യുന്നു. വനവാസകാലത്ത് തൻ്റെ പിതാവിൻ്റെ മരണവാർത്തയറിഞ്ഞ ശ്രീരാമൻ പമ്പാതീരത്ത് ബലിയിട്ടു എന്നതും ശത്രുവധം കഴിഞ്ഞ് മടങ്ങിയെത്തിയ അയ്യപ്പസ്വാമി യുദ്ധത്തിൽ മരിച്ച തൻ്റെ സേനാംഗങ്ങൾക്കായി നദീതീരത്ത് ബലിയിട്ടു എന്നതും ഈ തർപ്പണത്തിനു പിന്നിലെ ഐതിഹ്യങ്ങളാകുന്നു. ആലക്തിക ദീപകാന്തി പരത്തി പമ്പയുടെ ഓളങ്ങളിലേക്കൊഴുക്കുന്ന പമ്പവിളക്കും പമ്പാതീരത്തെ ആചാര ചടങ്ങുകളിൽപ്പെടുന്നു. പമ്പ വിളക്കിനു പപ്പടം കാച്ചാരമ്പിളി മാമൻ വന്നല്ലോ, പായസം വയ്ക്കുമ്പോ പാലു കുറുക്കാൻ പള്ളി നിലാവും വന്നല്ലോ. പത്തല്ലൊരു നൂറല്ലൊരു 10,000മല്ലോ നക്ഷത്ര ദീപങ്ങൾ കാണുന്നു, പമ്പയിലാത്തിരി വെട്ടങ്ങൾ. പമ്പാതടത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കു ശേഷം പമ്പയിലെ ക്ഷേത്ര സമുച്ചയത്തിൽ തീർത്ഥാടകർ ദർശനം നടത്തുന്നു. ഗണപതി, ശ്രീരാമൻ, ഹനുമാൻ, പാർവതി, നാഗരാജാവ് എന്നീ ദേവനടകളിൽ ദർശനം ചെയ്ത് ആചാരപൂജയോടെ ഇരുമുടി വീണ്ടും ശിരസ്സേറ്റി ശബരിമല മുകളിലേക്കുള്ള കാനന വഴിയിലേക്ക് പാദം ചവിട്ടി നീങ്ങുകയായി. കന്നിമല, പൊന്നുമല, പുണ്യമല, ശബരിമല, മണികണ്ഠൻ വാഴും മല. ഭക്തർ പരകോടി കെട്ടേന്തി പല നാട്ടിൽ നിന്നെത്തി ശരണം വിളിക്കും മല. ഭക്തർ പരകോടി കെട്ടേന്തി പല നാട്ടിൽ നിന്നെത്തി ശരണം വിളിക്കും മല. സ്വാമി ശരണം വിളിക്കും. പമ്പയിൽ നിന്നും നീങ്ങുന്ന തീർത്ഥാടകർ ആദ്യം കയറുന്നത് നീലിമലയാണ്. 8 മടക്കുകളിലായി കുത്തനെ കിടക്കുന്ന ഈ മലമുകളിലേക്കുള്ള കയറ്റം ഏറെ കഠിനമാണ്. വാഴും മല. ഭക്തർ പരകോടി കെട്ടേന്തി പല നാട്ടിൽ നിന്നെത്തി ശരണം വിളിക്കും മല. ഭക്തർ പരകോടി കെട്ടേന്തി പല നാട്ടിൽ നിന്നെത്തി ശരണം വിളിക്കും മല. സ്വാമി ശരണം വിളിക്കും മല. നീലിമല പിന്നിട്ട് തീർത്ഥാടകരെത്തുന്നത് അപ്പാച്ചിമേട്ടിലേക്കാണ്. അപ്പാച്ചി, ഇപ്പാച്ചി എന്നറിയപ്പെടുന്ന 2 അഗാധ ഗർത്തങ്ങൾ ഈ മലമ്പാതയുടെ ഇരുവശത്തുമുണ്ട്. വനഭൂമിയിലെ ദുർദേവതകളുടെ ആവാസ കേന്ദ്രമെന്ന് വിശ്വസിച്ചു പോരുന്ന അപ്പാച്ചിമേട്ടിൽ ദുർദേവതകളുടെ പ്രീതിക്കായി താഴ്വരകളിലേക്ക് അരിയുണ്ടയെറിയുന്നു. പമ്പാ നദിക്കരയിൽ പിറന്നു വീണയ്യനയ്യൻ. പമ്പാ നദിക്കരയിൽ പിറന്നു വീണയ്യനയ്യൻ. നായട്ടിന് നാടുവാഴി, നായട്ടിന് നാടുവാഴി കാനനത്തിൽ ചെന്ന നേരം കണ്ടെടുത്തയ്യനെ. ശബരീപീഠം. ശ്രീരാമഭക്തയായ നീലി ശബരിയുടെ ആശ്രമ സങ്കേതമെന്ന് വിശ്വസിച്ചു പോരുന്ന ഇവിടേക്കാണ് അപ്പാച്ചിമേട് പിന്നിടുന്ന ഭക്തരെത്തുക. ശ്രീരാമനാൽ ശബരിക്ക് മോക്ഷം ലഭിച്ച ഈ പുണ്യസവിധത്തിൽ നാളികേരമുടച്ചും കർപ്പൂരദീപം തെളിയിച്ചു വണങ്ങിയും അയ്യപ്പന്മാർ യാത്ര തുടരുന്നു. ശരൺ കുത്തിയാൽ തറ. ശബരിപീഠത്തിൽ നിന്നും ഇവിടേക്കെത്തുന്ന തീർത്ഥാടകർ തങ്ങളുടെ കയ്യിലെ ശരക്കോലുകൾ ഇവിടെ നിക്ഷേപിക്കുന്നു. ശബരിമലയിൽ സമാധിസ്ഥനാകുവാൻ യോഗകർമ്മം കണ്ടെത്തിയ അയ്യപ്പസ്വാമി തൻ്റെ ശരകൂടങ്ങൾ ഈ ആൽത്തറയിൽ ഉപേക്ഷിച്ചതിൻ്റെ സ്മരണയാണ് ഈ ചടങ്ങിൻ്റെ അനുഷ്ഠാനം. ആത്മനിയന്ത്രണവും അച്ചടക്കവും ആദർശനിഷ്ഠയും കലർന്ന സാത്വിക ജീവിതചര്യകളിലൂടെ കാടും മേടും താണ്ടിത്തളർന്ന് ശബരിമല മുടിയിലേക്കെത്തുന്ന സ്വാമി ഭക്തർ പരമപുണ്യമായ ദേവസന്നിധാനം ദൂരെ കാണവേ തന്നെ സകലതും മറന്ന്
നവോന്മേഷഭരിതരാവുകയായി. സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ പരമപവിത്രമായ ദിവ്യസവിധം. ശിരസിൽ ഇരുമുടിയേന്തി ലക്ഷോപലക്ഷം സ്വാമി ഭക്തർ ആപൽബാന്ധവനായ സർവേശ്വരനെ ഒരു നോക്ക് ദർശിക്കുന്നതിനായി ആ ദേവനടയിലെ 18 സുവർണപടികൾ കയറുവാൻ നീണ്ട നിരകളിലായി കാത്തുനിൽക്കുന്നു. എങ്ങും ദർശന സൗഭാഗ്യത്തിന്റെ ജീവപ്രകർഷം. ഒപ്പം എണ്ണിയാലൊടുങ്ങാത്ത ഭക്തജനലക്ഷങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നും മലമടക്കുകൾ ഭേദിച്ച് ഉച്ചത്തിലുള്ള ശരണം വിളികൾ. പൊന്നണിഞ്ഞ 18-ാം പടി കയറുന്നതിനു മുമ്പായി പടിക്കു താഴെയായി ശരണം വിളികളോടെ നാളികേരമുടയ്ക്കുന്നു. സർവപാപങ്ങളും സർവേശ്വരന്റെ തൃപ്പടികളിൽ എറിഞ്ഞുടച്ച് പരിശുദ്ധമായ നാളികേര ജലത്താൽ ആത്മാവിനെ കഴുകി ശുദ്ധമാക്കുന്ന മഹിത സങ്കല്പം. 18 പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയും അയ്യപ്പസ്വാമിയുടെ 18 മലകളടങ്ങിയ പൂങ്കാവനത്തിന്റെ കൽപ്പനയിലും പരമാത്മപുണ്യമായ 18 പടികളെ സങ്കല്പിച്ചിരിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളുടെ സങ്കല്പത്തിൽ ആദ്യത്തെ 5 പടികളും തത്വം, കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, അഹങ്കാരം എന്നീ അഷ്ടരാഗങ്ങളുടെ സങ്കല്പത്തിൽ 6 മുതൽ 13 വരെ പടികളും സത്വം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങളെ സങ്കല്പിച്ച് 14, 15, 16 പടികളും ജ്ഞാനവിദ്യകളെ സങ്കല്പിച്ച് 17, 18 പടികളും പ്രതീക ബിംബങ്ങളായി മാറുന്നു. ഭഗവത് സവിധത്തിലെ 18 പടികൾ കയറിയെത്തുന്ന സ്വാമി ഭക്തർ ശബരിമല വാഴുന്ന ആനന്ദചിത്തനായ അയ്യപ്പസ്വാമിയുടെ ദിവ്യശോഭയാർന്ന കനകകളേബരം കൺകുളിർക്കെ കണ്ടു തൊഴുന്നതിനായി ആ ശ്രീനടയിലേക്ക് പ്രവഹിക്കുന്നു. കലിയുഗവരപ്രദനായ സാക്ഷാൽ സ്വാമി അയ്യപ്പന്റെ പുണ്യസോപാന നട. ഇവിടെ മനുഷ്യ മനസ്സ് നെടുനാളായി കൊതിച്ച മഹാദർശനം, പരമസാക്ഷാത്കാരമാർന്ന പുണ്യദർശനം. സ്വാമി ഭക്തർക്ക് അഭയമേകൂ, മോക്ഷമേകൂ, മുക്തിയേകൂ, പാട്ടുപാടി തുള്ളിയാടും സ്വാമി ഭക്തർക്ക് അഭയമേകൂ. എന്തയ്യ പൊന്നയ്യ എന്തയ്യ അയ്യപ്പനെ ശരണം തരണം ശരണം തരണം ശരണം തരണം സ്വാമിയേ. കന്നിമല മനുഷ്യജന്മത്തിന്റെ സകല പാപങ്ങളും വിമോചിതമാകുന്ന സാക്ഷാൽ ശബരിഗിരീശ ദർശനം. എല്ലാം അയ്യപ്പന്, എല്ലാറ്റിനും എന്നും അയ്യപ്പൻ. തങ്കക്കനിയേകുന്ന കതിരോനി ശബരീശ്വരനൊരങ്കി നീ പകലോനി അങ്കോപാംഗം പൊതിയേനേ കളഭങ്ങൾ മൂടും തിരുമേനി. സംക്രമനാളിൽ അടിയന്റെ ചുണ്ടിൽ ശരണസുധാരസമോടെ നിൻ തിരുമുന്നിൽ വിരിയുന്നു വീണ്ടും പുതിയൊരു താമര ഞാനേ. നെയ്യഭിഷേകമോ തൊഴുതു ഞാൻ നിറയുന്നൊരു പൂമിഴിയോടെ ശിവനന്ദനായെന്റെ മനസ്സിന്റെ തീരത്തു ഹിമഗംഗാമാലേയമായി ഹരനമരുന്ന കൈലാസമായി. തങ്കക്കനിയേകുന്ന കതിരോനി ശബരീശ്വരനൊരങ്കി നീ പകലോനി അങ്കോപാംഗം പൊതിയേനേ കളഭങ്ങൾ മൂടും തിരുമേനി. ശങ്കര ഹരി സംഗമലയ
ഇരുമുടി കെട്ടുമേന്തി ശരണം വിളികളോടെ 18 പടികളും കയറി കലിയുഗവരദനായ അയ്യപ്പസ്വാമിയുടെ തിരുസവിധത്തിലേക്ക് കടക്കുമ്പോൾ മുമ്പിലേക്ക് എത്തുന്നത് സ്വർണ്ണക്കൊടിമരമാണ്. ത്വരകവാഹനം മുടിചൂടി നിൽക്കുന്ന ശബരിഗിരീശന്റെ സ്വർണ്ണക്കൊടിമരം. കൊടിമരത്തിനു പിന്നിലായി ക്ഷേത്രമുഖപ്പിലെഴുതിയ തത്വമസിയാണ് പിന്നീട് ഭക്തനയനങ്ങളിൽ പതിയുക. വ്രതമാല ധരിച്ച് നൈഷ്ഠിക ബ്രഹ്മചര്യം തുടങ്ങിയാൽ ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഭഗവത് സവിധമാണ് ശബരിമല ക്ഷേത്രം. തത്വമസി എന്നാൽ അത് നീയാകുന്നു എന്നാണ് അർത്ഥം. എന്നിലും നിന്നിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വരാംശം തന്നെയെന്നും നാം തമ്മിൽ വലിപ്പച്ചെറുപ്പ ഭേദമില്ല എന്നും വെളിപ്പെടുത്തുന്ന ഭഗവത് ദാർശനിക സൂക്തമാണ് ഈ വേദാക്ഷരങ്ങൾ. അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിൽ നിന്നും 100 വാര അകലെയാണ് മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രം. പ്രപഞ്ചമാതാവായ പരാശക്തിയായി ദേവിയെ ഇവിടെ ഭക്തർ ഉപാസിക്കുന്നു. നാളികേരമുരുട്ടുക ഇവിടെ പ്രധാന വഴിപാടാണ്. മഞ്ഞാംബിക എന്ന അഭിധാനത്തോടെ അറിയപ്പെടുന്ന ഭഗവതിയുടെ മറ്റു വഴിപാടുകൾ മഞ്ഞൾപ്പൊടി, വെറ്റില, പട്ട്, കുങ്കുമം, കർപ്പൂരം തുടങ്ങിയവയാണ്. മായാമഹിഷിയിൽ നിന്നും മോചനം ലഭിച്ച ദേവിക്ക് മോക്ഷമേകി തന്റെ ക്ഷേത്രസന്നിധിക്കു സമീപമുള്ള മാളികപ്പുറത്ത് അയ്യപ്പസ്വാമി കുടിയിരുന്നു. മലയിലാളൊഴിയുന്നു മഞ്ചലിൽ വരിക നീ വധുവെന്ന പോൽ 1000 ശരമുനകളേൽക്കുമൊരാ. നിത്യബ്രഹ്മചാരിയായ ഭഗവാനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ദേവിയോട് ശരംകുത്തി ആൽത്തറയിൽ കന്യ അയ്യപ്പന്മാർ ശരക്കോലുകൾ തറയ്ക്കാതെ വരുന്ന കാലത്ത് താൻ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് അയ്യപ്പസ്വാമി പറയുകയും ചെയ്തുവത്രേ. എന്നാൽ കന്യ അയ്യപ്പന്മാർ ഏറെ എത്തുന്ന തീർത്ഥാടന കാലത്ത് ശരംകുത്തിയിൽ ശരമൊഴിയാതെ വരികയും മാളികപ്പുറത്ത് ഭഗവതിയുടെ കാത്തിരിപ്പ് അനന്തമായി തുടരുകയും ചെയ്യുന്നത് അയ്യപ്പ കഥാസരണിയിലെ മറ്റൊരു കാൽപ്പനിക കാന്തിയായി മാറുന്നു. ധർമ്മപാലകനയ്യനെ പല ജന്മമായി നിനച്ചു നീ കർമ്മസാക്ഷിയെ സാക്ഷിയാക്കിയൊരമ്മയാകാൻ നോറ്റു നീ മോഹമൊക്കെയുടഞ്ഞ മൺകുടമായതെങ്ങനെ. ഭഗവതീ ദർശനം കഴിഞ്ഞ ശേഷം സ്വാമി ഭക്തർ പിന്നീടെത്തുക കടുത്ത സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്കു മുന്നിലാണ്. അയ്യപ്പസ്വാമിയുടെ അനുചരനായി മാറിയ കടുത്ത സ്വാമിയുടെ സന്നിധിയിൽ വെള്ളംകുടി എന്ന വഴിപാടാണ് പ്രധാനം. സമൂർത്തമായ നാഗാരാധനയുടെ നിറവഴി കൂടിയാണ് മാളികപ്പുറം. ഭയഭക്ത്യാദരവിന്റെ നിറവിൽ നാഗദേവതകളെ മഞ്ഞൾ പൊടി അണിയിച്ച് സ്വാമി ഭക്തർ ഇവിടെ വണങ്ങുന്നു. നമഃസൂര്യായ. ഇത് നവഗ്രഹ മണ്ഡപം. ഗ്രഹാധിപത്യത്തിലെ ജാതകദോഷമകറ്റിയുള്ള നവഗ്രഹ പ്രീതിക്കായി സ്വാമി ഭക്തർ ഇവിടെ വഴിപാടുകൾ അർപ്പിക്കുന്നു.
മംഗളായ ബുധായ ച. പതിനെട്ടാം പടിയുടെ തൊട്ടുചേർന്ന് വടക്കുഭാഗത്താണ് കറുത്തസ്വാമിയുടെ പ്രതിഷ്ഠ. കർപ്പൂരം, മുന്തിരിങ്ങ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. 18-ാം പടിക്ക് തെക്കുഭാഗത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന മറ്റൊരു പരിവാരമൂർത്തിയായ കറുപ്പായി അമ്മയ്ക്ക് മുമ്പിലും ഭക്തർ വഴിപാടുകൾ അർപ്പിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ ഉറ്റതോഴനും സന്തത സഹചാരിയും സ്വാമി ഭക്തനുമായിരുന്ന വാവര് സ്വാമിയുടെ കബറിടം സന്നിധാനത്തിനു കിഴക്കുഭാഗത്തായി ആചാരപൂർവം നിലനിർത്തിയിരിക്കുന്നു. മാനവജാതിയുടെ ഏകതാ സങ്കല്പത്തിന്റെ തിരുനടയായി മാറിയ ഇവിടെ വാവരുടെ തിരുശേഷിപ്പുകൾ ദർശിക്കാം. വാവരുടെ പിന്മുറക്കാരായ മുസ്ലിയാന്മാർ ഇവിടെ സ്വാമി ഭക്തർക്ക് വിഭൂതി നൽകി അനുഗ്രഹിക്കുന്നു. കുരുമുളക്, ചന്ദനം, പനിനീര്, നാളികേരം തുടങ്ങിയവയാണ് ഇവിടത്തെ വഴിപാടുകൾ. ശബരിഗിരീശ്വര സൗഭാഗ്യദായക ശരണം തവ ചരണം. ശബരിമല ക്ഷേത്രത്തിനു പിന്നിലുള്ള ഭസ്മക്കുളം സ്വാമി ഭക്തരുടെ തീർത്ഥക്കുളമാണ്. ശ്രീരാമചന്ദ്രനാൽ മോക്ഷം ലഭിച്ച തപസ്വിനിയും ശബരകന്യകയുമായ നീലിശബരിയുടെ മോക്ഷാനന്തരം യോഗാഗ്നിയിൽ ലയിച്ചുണ്ടായ ഭസ്മം ഈ കുളത്തിൽ നിമജ്ജനം ചെയ്തതായി ഐതിഹ്യമൊഴികൾ പറയുന്നു. ധനുനിലാവിനും മകരസൂര്യനും സുഹൃതകാനനം എൻ സ്വാമി നന്ദനും. 18 പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയും 18 മലകളടങ്ങിയ പൂങ്കാവനത്തിൻ്റെ കൽപ്പനയിലും ഒപ്പം അഷ്ടരാഗങ്ങളുടെയും പഞ്ചേന്ദ്രിയങ്ങളുടെയും ജ്ഞാനവിദ്യയുടെയും ത്രിഗുണങ്ങളുടെയും പ്രതീകമായും പവിത്രമായ 18 പടികളെ സങ്കല്പിച്ചിരിക്കുന്നു. ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയുടെ മഹാ തേജസ്സിനും തത്വസോപാനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി ശബരിമല ക്ഷേത്രത്തിലെ 18-ാം പടി നടക്കുന്ന പൂജയാണ് പടിപൂജ. നിലവിളക്കുകൾ, വിവിധതരം പുഷ്പങ്ങൾ, കർപ്പൂരം, ചന്ദനത്തിരി, പൂമാലകൾ, കലശത്തുണികൾ, പടികളിൽ വിരിക്കാനുള്ള പട്ട് തുടങ്ങിയവയാണ് പടിപൂജയ്ക്ക് ആധാരമായുള്ള പൂജാദ്രവ്യങ്ങൾ. പടിപൂജ ഭക്തജനങ്ങൾക്ക് വഴിപാടായി അർപ്പിക്കാവുന്നതാണ്. തിരക്കൊഴിഞ്ഞ വേളകളിലാണ് പടിപൂജ നടക്കുക. താന്ത്രികാചാര്യന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന പടിപൂജാ ദർശനം സ്വാമി ഭക്ത ജീവിതത്തിലെ മോക്ഷദായക നിമിഷങ്ങളായി മാറുന്നു. നിന്റെ പൂവനം ശങ്കരന്റെ ഉണ്ണിയായ നിൻ തപോവനം ശരണനാഥനാകും നിന്റെ പൂവനം നീലിന്നണിഞ്ഞു ശീതചന്ദനം അയ്യനയ്യനേ നിൻ മധുരലാളനം. ശബരിമലയിൽ യോഗസ്ഥനായ അയ്യപ്പസ്വാമിക്ക് തൻ്റെ വളർത്തച്ഛനായ പന്തളത്ത് രാജാവ് മനം നിറഞ്ഞു നൽകിയ തിരുവാഭരണങ്ങൾ പന്തളത്തെ വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ ആചാരപൂർവം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം. മണ്ഡല മകരവിളക്കുകാലത്ത് ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിനായി തിരുവാഭരണങ്ങൾ
പന്തളം കൊട്ടാരത്തിൽ ആചാരപൂർവ്വം പ്രദർശിപ്പിച്ചിരിക്കുന്നു. പന്തളത്തു രാജാവും പരിവാരങ്ങളും നടത്തിയ ആദ്യ തീർത്ഥാടനം മുതലേ ഈ തിരുവാഭരണങ്ങൾ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി വരുന്നു. കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാട്ടണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവമൃതം സ്വാമിക്ക്, പമ്പാ ഗണപതി. ശബരിമലയിലേക്ക് പുറപ്പെട്ട അയ്യപ്പസ്വാമിയുടെ വിയോഗത്തിൽ വളരെ വ്യസനിച്ച പന്തളത്തു രാജാവിന് തന്നെ വർഷത്തിൽ ഒരു ദിവസം വന്ന് കണ്ടുകൊള്ളുവാൻ അയ്യപ്പൻ അനുമതി നൽകി. സർവാഭരണ വിഭൂഷിതനായി തൻ്റെ പുത്രനെ കാണണമെന്നുള്ള വാത്സല്യ നിർവിശേഷമായ ആഗ്രഹത്തോടെ തനി തങ്കത്തിൽ നിർമ്മിച്ചതാണ് തിരുവാഭരണങ്ങൾ. വീരശൃംഖല, നവരത്നമോതിരം, പളുങ്കുമാല, വില്വാതളമാല, എരിക്കൊമ്പുമാല, തിരുമുഖം, കിരീടം, തങ്കച്ചുരിക, വെള്ളിയിൽ തീർത്ത അമ്പ് മുതലായവ അയ്യപ്പസ്വാമിയുടെ ഈ തിരുവാഭരണങ്ങളിൽ പെടുന്നു. എല്ലാ വർഷവും ധനുമാസം 26-ന് പന്തളത്തു കൊട്ടാരത്തിലെ വലിയ കോയിക്കൽ ശാസ്താ സന്നിധിയിൽ നിന്ന് തിരുവാഭരണങ്ങൾ ആഘോഷപൂർവ്വം ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നു. ഭഗവത് സാന്നിധ്യത്തിന്റെ ദിവ്യമാത്രകൾ ഏകിക്കൊണ്ട് കൃഷ്ണപ്പരുന്ത് പന്തളം മുതൽ സന്നിധാനം വരെ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം പറന്നു നീങ്ങിക്കൊണ്ടിരിക്കും. മകരസംക്രമവേളയിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനായി കൊണ്ടുപോകുന്ന ഈ തിരുവാഭരണ പേടകങ്ങൾ കടുത്ത വ്രതനിഷ്ഠയുള്ള അയ്യപ്പ ഭക്തന്മാരാണ് ശിരസിലേറ്റി നീങ്ങുക. അയ്യപ്പസ്വാമിക്കുള്ള തിരുവാഭരണങ്ങളോടൊപ്പം മാളികപ്പുറത്തമ്മയ്ക്കുള്ള ആഭരണങ്ങളും പട്ടും കൊടിക്കൂറയും വഹിച്ച പേടകങ്ങളും ശബരിമലയിലേക്ക് നീങ്ങും. പന്തളം രാജകുടുംബത്തിലെ ഒരു പ്രതിനിധി തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലെയും ക്ഷേത്ര സവിധങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മകരസംക്രമ നാളിൽ തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിൽ എത്തിച്ചേരും. മകരസംക്രമ നാളിൽ ശബരിമല ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു. അന്നാണ് വിശ്വപ്രസിദ്ധമായ ശബരിമല മകരവിളക്ക്. മകരവിളക്കിനു മുന്നോടിയായി പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചേരുന്നു. സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമി ദീപാരാധനയ്ക്ക് ഭക്തജനങ്ങൾക്ക് ദർശനമേകി. മലനിര തോറും മാറ്റൊലിക്കൊണ്ടു ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരദീപം തെളിയുന്നു. മലനിര തോറും 3 പ്രാവശ്യം തെളിയുന്ന ആ ദിവ്യജ്യോതിസ് കണ്ട് ആ ഹൃദയങ്ങൾ സായുജ്യമടയുന്നു. പോലും ധന്യത നേടി പുണ്യദർശനം. ഒരു വ്രതകാലഘട്ടത്തിന്റെ പരിസമാപ്തി, മതമൈത്രിയുടെ, സാഹോദര്യത്തിന്റെ, ഐശ്വര്യത്തിന്റെ ഒരു തീർത്ഥാടന കാലത്തിന്റെ ഓർമ്മകളുമായി ഭക്തജനലക്ഷങ്ങൾ പടിയിറങ്ങുന്നു. കലിയുഗവരതനായ മോക്ഷദായകനായ അയ്യപ്പസ്വാമിയുടെ ദിവ്യജ്യോതി ദർശിച്ചു മടങ്ങുന്ന ഓരോ ഭക്തനും അടുത്ത മണ്ഡലകാലത്ത് വീണ്ടും ശബരിഗിരീശ്വര ദർശനം തരണേ എന്ന പ്രാർത്ഥനയോടെ സ്വന്തം ഗൃഹങ്ങളിലേക്ക് മടങ്ങുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ഹരിവരാസനം വിശ്വമോഹനം ഹരി
ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ തുരഗവാഹനം സുന്ദരാനനം വരഗദായുധം വേദവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഭവഭയാപഹം ഭാവുകാവകം ഭുവനമോഹനം ഭൂതിഭൂഷണം ധവളവാഹനം ദിവ്യവാരണം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീത
ഹൃദലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി